എയർബോൺ ഏർലി വാർണിംഗ് സിസ്റ്റം. പാകിസ്ഥാനേക്കാളിലും ഏറെ പിന്നിലാണ് ഇന്ത്യ. ഈ ഡിസ്പാരിറ്റി മറികടക്കാനായിട്ടാണ് ഇന്ത്യയുടെ പുതിയ ശ്രമങ്ങൾ. അതിനായിട്ടാണ് അവാക്സ് വിമാനങ്ങൾ 6ഓളം ഇന്ത്യ നിർമ്മിക്കാൻ പോകുന്നത്. അതിൽ തദ്ദേശീയമായി വികസിപ്പിച്ച നേത്ര പോലുള്ള റഡാറുകളും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ഈ എയർബോൺ ഏർലി വാർണിംഗ് സിസ്റ്റം ഇതിൻ്റെ ഒരു ഡിസ്പാരിറ്റി മറികടക്കാൻ ഇത്തരത്തിലുള്ള വിമാന നിർമ്മാണവും അതോടൊപ്പം തന്നെ ഈ റഡാർ ഘടിപ്പിക്കലും എങ്ങനെയാണ് ഇന്ത്യയെ സഹായിക്കുക? ആധുനിക യുദ്ധത്തിൽ, പ്രത്യേകിച്ച് വ്യോമയുദ്ധത്തിൽ സുപ്രധാനമായിട്ടുള്ള ഒരു പങ്കാണ് ഈ എയർബോൺ ഏർലി വാർണിംഗ് സിസ്റ്റം എന്ന് പറയുന്ന അവാക്സ് എന്ന് നമ്മൾ പറയുന്ന ഈ സംവിധാനത്തിനുള്ളത്. അവാക്സ് രണ്ട് തരത്തിലാണ് ഉള്ളത്. AEW ആൻഡ് C എന്ന് പറയുന്ന എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ എന്ന ഒരു തരം സംവിധാനം. AWACS എന്ന് പറയുന്ന എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം, കൺട്രോൾ സ്റ്റേഷൻ എന്നൊക്കെ പറയാം. അങ്ങനെ രണ്ട് സംവിധാനങ്ങൾ. ഈ രണ്ടാമത്തെ അവാക്സ് എന്ന് പറയുന്നത് വിമാനത്തിനോടൊപ്പം തന്നെ റഡാറും ഉള്ള, ആ റഡാറ് 360 ഡിഗ്രി സർവൈലൻസ്, ആ റഡാറ് പല ഭാഗത്തേക്കും തിരിക്കാവുന്നതാണ്. അങ്ങനെ 360 ഡിഗ്രിയിൽ ഉള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിനെ പറ്റി മുൻകൂട്ടി വാണിങ് ഇന്റഗ്രേറ്റഡ് എയർ കൺട്രോൾ ആൻഡ് കമാൻഡിന് കൊടുക്കുകയും വിമാനങ്ങളെ കൊണ്ട് അത്തരം ടാർഗറ്റുകളെ ആക്രമിപ്പിക്കുകയും ചെയ്യാൻ പറ്റുന്നതാണ് AWACS. AEW ആൻഡ് C എന്ന് പറയുന്നത് ഇത്രയും ഇഫക്റ്റീവ് അല്ല. അതിന് 280 ഡിഗ്രിയിലുള്ള ത്രെട്ടുകളാണ് അത് കൂടുതലും കണക്കാക്കുന്നത്. ഈ അതിന്റെ ഡോം എന്ന് പറയുന്ന അത് അത്ര ഫുൾ കറങ്ങിയിട്ട് സർവെയിലൻസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും അതും തീർച്ചയായിട്ടും ഇത് രണ്ടും നമ്മളൊരു എയർബോൺ ഏർലി വാർണിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുത്താം. ഇപ്പോ ഗൗതം പറഞ്ഞതുപോലെ ദൗർഭാഗ്യവശാല് ഈ അവാക്സ് ഉപയോഗിച്ചുള്ള ഒരു വ്യോമയുദ്ധത്തിൽ ഇന്ത്യയെക്കാൾ മുന്നിലാണ് പാകിസ്ഥാൻ. അത് നമ്മളെ ഞെട്ടിപ്പിക്കേണ്ട ഒരു സംഭവമാണ്. പാകിസ്ഥാന് 9 അവാക്സ് ഘടിപ്പിച്ച വിമാനങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് 6 എണ്ണമേ ഉള്ളൂ. ഈ 9 വിമാനം ഉള്ളതിൽ ഒരെണ്ണം ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ തകർത്ത് കളഞ്ഞു. ഒരു അവാക്സ് വിമാനം. അത് നമ്മുടെ ചരിത്രത്തിലെ ലോകത്തിലെ വ്യോമയുദ്ധ ചരിത്രത്തിൽ ഒരു സർഫസ് ടു എയർ മിസൈൽ നടത്തിയ ഏറ്റവും ദൂരം നടത്തിയ ആക്രമണമായിട്ടാണ് അത് വിലയിരുത്തപ്പെടുന്നത്. നമ്മുടെ S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ നിന്നും പുറപ്പെട്ട ഒരു ഇന്റർസെപ്റ്റർ മിസൈല് പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് കടന്നു കയറി 310 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു അവാക്സ് വിമാനത്തെ തകർത്ത് കളഞ്ഞു. ആ തകർത്ത് കളഞ്ഞ അത് ലോകത്തിനെ തന്നെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ്. ഈ ഒരു തരത്തിലുള്ള ഒരു പ്രതിരോധം ഇന്ത്യക്ക് അത് S-400 വന്നതിന് ശേഷമാണ് നമ്മളത് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഇന്ത്യ ഇപ്പോൾ തിരിച്ചറിയുന്ന ഒരു സത്യം, 9 അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ 8 അവാക്സ് വിമാനങ്ങളുള്ള പാകിസ്ഥാന് ആ സ്ഥാനത്ത് നമുക്ക് 6 അവാക്സ് വിമാനമേ ഉള്ളൂ. 3 എണ്ണം നമ്മൾ ഇസ്രായേലിൽ നിന്ന് വാങ്ങിച്ച ഫാൽക്കൺ റഡാറ്. തീർച്ചയായിട്ടും ആ ഫാൽക്കൺ റഡാറ് IL-76 എന്ന് പറയുന്ന റഷ്യൻ നിർമ്മിത വിമാനത്തിലാണ് ആ ഫാൽക്കൺ റഡാറുകൾ. ക്ഷമിക്കണം, നമ്മുടെ ഫാൽക്കൺ റഡാർ വന്നിരിക്കുന്ന അവരുടെ തന്നെ നമ്മള് അത് ഘടിപ്പിച്ച ഒരു വിമാനത്തിൽ തന്നെയാണ്. ഇന്ത്യയുടെ നേത്ര MK1 എന്ന ഒരു സംവിധാനം ഇന്ത്യ വികസിപ്പിച്ചെടുത്തിരുന്നു. അത് ഞാൻ ആദ്യം പറഞ്ഞ AEW ആൻഡ് C ആണ്. ആ AEW ആൻഡ് C നേത്ര MK1 ഘടിപ്പിച്ച 3 വിമാനങ്ങള്, ഇസ്രായേലിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച അവാക്സ് വിമാനങ്ങൾ, ഫാൽക്കൺ സിസ്റ്റം, അത് 3 എണ്ണം. അങ്ങനെ മൊത്തം 6 എണ്ണമാണ് ഇന്ത്യയുടെ കൈവശം ഇപ്പോഴുള്ളത്. പാകിസ്ഥാന് ഒരെണ്ണം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ തകർത്ത് കളഞ്ഞെങ്കിലും ഇപ്പോഴും 8 എണ്ണമാണ്. അപ്പൊ ഇതൊരു വലിയ ഡിസ്പാരിറ്റിയാണ്. ഈ ഡിസ്പാരിറ്റി മാറ്റണം. അതിനു വേണ്ടിയിട്ട് ഇന്ത്യ അടിയന്തിരമായിട്ട് 6 അവാക്സ് വിമാനങ്ങൾ തയ്യാറാക്കുകയാണ്. ഈ അവാക്സ് ഇപ്പോഴും തയ്യാറാക്കുന്ന 6 സിസ്റ്റം, അത് 6 എണ്ണത്തിലും നേത്ര MK2 ആയിരിക്കും. അപ്പൊ നമ്മൾ ആദ്യമുള്ളത് AEW ആൻഡ് Cയില് അത് നേത്ര MK1 ആണ്. അതിന് 280 ഡിഗ്രി വരെയുള്ള സർവൈലൻസേ പറ്റുള്ളൂ. പക്ഷെ നേത്ര MK2 ഇപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത്
അതിന് 360 ഡിഗ്രി സർവൈലൻസ്, അതായത് ഒരു പ്രോപ്പർ അവാക്സ് വിമാനം. അത് ഈ ആദ്യത്തെ നമ്മുടെ MK1 നേത്ര MK1 എംബ്രായർ വിമാനത്തിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെതായ പരിമിതികൾ അതിനുണ്ട്. അത് ഞാൻ പറയാം, അതിലേക്ക് വരാം, എന്താണ് പരിമിതി എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ ഘടിപ്പിക്കുന്ന നേത്ര MK2 അത് എയർബസ് A321 മിലിറ്ററി ഗ്രേഡിലേക്ക് മാറ്റിയെടുത്തിട്ടാണ് അതിലായിരിക്കും ഈ എയർബോൺ ഏർലി വാർണിംഗ് സിസ്റ്റം സജ്ജീകരിക്കുന്നത്. അപ്പോ അത് തീർച്ചയായിട്ടും അതൊരു ഇന്ത്യക്ക് എന്തായാലും അങ്ങനെ 6 12 അവാക്സ് വിമാനങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും 8 എണ്ണം മാത്രം ഇപ്പോഴുള്ള പാകിസ്ഥാന്റെ മുന്നിൽ നമ്മൾ കൃത്യമായിട്ട് എത്തും. ഈ പ്രോജക്റ്റിനെ കുറിച്ച് അതിന്റെ സാങ്കേതിക വശത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ അതിന്റെ പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. അതായത് 20,000 കോടി രൂപ ചെലവഴിച്ചാണ് ഈ 6 വിമാനങ്ങൾ തയ്യാറാക്കുന്നത്. എയർ ഇന്ത്യയുടെ കൈവശം ഉണ്ടായിരുന്ന 6 എയർബസ് A321 വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേന ഇതിലേക്കായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞു. ഇത് എയർബസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള പാരീസിലും അതുപോലെ തന്നെ എയർബസിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട നിർമ്മാണ കേന്ദ്രമായ സ്പെയിനിലേക്കും ഈ വിമാനങ്ങൾ അയച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടെ വെച്ചിട്ട് ഇത് ഈ MK2 നേത്ര MK2 എന്ന ഏർലി വാർണിംഗ് സിസ്റ്റം ഘടിപ്പിക്കാൻ പര്യാപ്തമായിട്ട് വിമാനത്തിന് ചില മാറ്റങ്ങൾ വരും. കാരണം ഇതിലെ പാസഞ്ചർ സീറ്റുകളൊക്കെ എടുത്തു മാറ്റും. അത് മാത്രമല്ല, വിമാനത്തിന്റെ ചട്ടക്കൂട് കുറച്ചുകൂടെ ബലവത്താക്കും. കാരണം ഇതിന്റെ മുകളിൽ ഒരു ഡോം പോലെയാണ് റഡാർ ഘടിപ്പിക്കേണ്ടത്. അപ്പൊ അത്തരം സംവിധാനങ്ങളൊക്കെ ശരിയാക്കും. അങ്ങനെ നിരവധി കാര്യങ്ങൾ അതിൽ ചെയ്യേണ്ടതുണ്ട്. അതിപ്പോ ഈ വർഷം അവസാനത്തോടു കൂടി അത് തയ്യാറാകുമെന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും 2027 തുടക്കത്തോടു കൂടി ഇന്ത്യക്ക് 6 പ്രോപ്പർ അവാക്സ് വിമാനങ്ങൾ, അതായത് നേത്ര MK2 സിസ്റ്റം ഉറപ്പിച്ചിരിക്കുന്ന എയർബസ് A321 6 വിമാനങ്ങളുടെ നമ്മുടെ വ്യോമസേനയുടെ ഭാഗമാണ്. അങ്ങനെ ഭാഗമായി കഴിയുമ്പോഴേക്കും നമുക്ക് നിശ്ചയമായിട്ടും പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ആക്രമണങ്ങളെ മുൻകൂട്ടി കാണാനും അതിനനുസരിച്ച് നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും നമ്മുടെ ആക്രമണ വിമാനങ്ങളെയും ഒക്കെ സജ്ജീകരിക്കാനും ഒക്കെ പറ്റും. ഈ വിമാനവേധ മിസൈലുകൾ ആയിട്ടുള്ള എയർ ടു എയർ മിസൈൽ അല്ലെങ്കിൽ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ എന്നൊക്കെ നമ്മൾ പറയുന്ന മിസൈലുകൾ, അത് പിന്നെ ചൈനയുടെ PL-15 ഇനി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന PL-16 ഒക്കെ അവിടുന്ന് പുറപ്പെടുമ്പോൾ തന്നെ നമ്മുടെ അവാക്സ് വിമാനങ്ങൾ തിരിച്ചറിയുകയും ഗ്രൗണ്ട് ടാർഗറ്റുകളെ തന്നെ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാനുള്ള 6 വിമാനങ്ങൾ വരുമ്പോൾ നമ്മുടെ പ്രതിരോധ ശേഷിയിൽ കാര്യമായ വർധനമുണ്ടാകും. ഇതാണ് ഇപ്പോഴുള്ള നമുക്ക് ഉള്ള ഒരു ആശാവഹമായ ഒരു നടപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഈ വിമാനങ്ങള് മാക്ക് 0.7 സ്പീഡിലായിരിക്കും നീങ്ങുന്നത്. 40,000 അടി ഉയരത്തിൽ പറന്നുകൊണ്ടായിരിക്കും ഇവ ഈ വ്യോമ എയർലി വാർണിംഗ് നമുക്ക് തരുന്നത്. അതായത് സാധാരണഗതിയിലുള്ള പല സർഫസ് ടു എയർ മിസൈലുകളുടെയും റേഞ്ചിന് അപ്പുറമാണ് ഈ അവാക്സ് വിമാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്തായാലും ശരി, ഇത് വലിയൊരു നീക്കമാണ് ഇന്ത്യ ഇപ്പൊ നടത്തിയിരിക്കുന്നത്. ഏതാണ്ട് 500 തൊട്ട് 550 കിലോമീറ്റർ ദൂരത്ത് നിന്ന് വരുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അത്രയും ദൂരെയുള്ള ടാർഗറ്റുകൾ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ നമ്മുടെ ഈ നേത്ര MK2 എന്ന അവാക്സ് സിസ്റ്റത്തിന് സാധിക്കും. നമുക്ക് ഇതുവരെ നമ്മുടെ കൈവശം ഉണ്ടായിരുന്ന നമ്മുടെ നേത്ര MK1 ഘടിപ്പിച്ചിരുന്നത് ഞാൻ ആദ്യം പറഞ്ഞു എംബ്രായർ വിമാനത്തിലാണ്. അവിടെ ഉണ്ടായ വലിയൊരു പരിമിതി ഈ വിമാനത്തിന്റെ എഞ്ചിനിൽ നിന്നാണ്, അവിടെ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ശക്തിയാണ് യഥാർത്ഥത്തിൽ ഈ റഡാർ പ്രവർത്തിപ്പിക്കാനും ഉപയോഗിക്കുന്നത്. പക്ഷെ എംബ്രായറിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ എഞ്ചിന് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ശക്തി വളരെ ചെറുതാണ്. അപ്പൊ അതിനുള്ളിലെ സിസ്റ്റത്തിന്റെ എയർ കണ്ടീഷനിങ്, അതുപോലെ മിഷൻ എൻഡ്യൂറൻസ്, റഡാറിന്റെ പ്രവർത്തനത്തെ, ഇതൊക്കെ തന്നെ ഈ എംബ്രായർ വിമാനത്തിന്റെ ഒരു പരിമിതികൾ, അത് കാരണം അവയ്ക്കൊന്നും പൂർണ്ണമായിട്ട് പ്രവർത്തിക്കാനും പറ്റുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എയർബസ് A321 വരുമ്പോഴേക്കും അതില്ല. കാരണം അത് വളരെ ശക്തിമത്തായിട്ടുള്ള ട്വിൻ എഞ്ചിൻ ഘടിപ്പിച്ച ഒരു ആണ് ഈ A321 നമ്മളിപ്പോൾ കൺവേർട്ട് ചെയ്യുന്നത്.
അപ്പൊ അതില് ഇത് കൂടാതെ ഒരു ഓക്സിലറി പവർ ജനറേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അഡീഷണൽ പവർ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം കൂടി അതിൽ സ്ഥാപിക്കുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമ്മുടെ പുതുതായിട്ട് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ നേത്ര MK2 പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള പവർ, വൈദ്യുതി, അതുപോലെ ഉൽപാദനം, അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഈ പുതിയ വിമാനത്തിന് വളരെ എളുപ്പം അതിന് സാധിക്കും. അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് ഇപ്പോഴുള്ളത്, ഇപ്പോൾ നമ്മൾ വിഭാവനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഞാൻ ആദ്യം പറഞ്ഞ നേത്ര MK1 240 മുതൽ 280 വരെയുള്ള 260 വരെയുള്ള ഡിഗ്രിയിലുള്ള സർവേലൻസ് ആണ്. ഇതിന് 300 ഡിഗ്രിയിൽ മേലുള്ള സർവേലൻസ് സാധ്യമാകുന്ന ഒരു സിസ്റ്റമാണ് ഈ നേത്ര MK2. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഇതുവരെ പാകിസ്ഥാന്റെ പിന്നിലായിരുന്നെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ കുതിക്കുകയാണ്. ഇതോടൊപ്പം ഇതുകൊണ്ട് ഇന്ത്യ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മുടെ മുഖ്യ ശത്രു ചൈനയാണ്. ചൈനയുടെ കൈവശം ഒരു 30ഓളം അവാക്സ് വിമാനങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പൊ ഈ 6 12 വിമാനങ്ങൾ വന്നതുകൊണ്ട് ചൈനയ്ക്ക് നേരെ നമുക്കൊന്നും ആകുന്നില്ല. നമ്മൾ 10 അവാക്സ് വിമാനങ്ങളും കൂടി പുതുതായിട്ട് നമ്മൾ ഈ 6 കൂടാതെ നമ്മൾ ഉടൻ തന്നെ തയ്യാറാക്കുന്നതായിട്ടാണ് വാർത്തകൾ വരുന്നത്. അപ്പൊ 20 മേളിൽ അവാക്സ് വിമാനങ്ങൾ ഇന്ത്യ അണിനിരത്താനുള്ള ഒരു ശ്രമത്തിലാണെന്നാണ് വാർത്തകളിൽ നിന്നും മനസ്സിലാകുന്നത്. ചൈനയോടും പാകിസ്ഥാനോടും ഒരേപോലെ അവരെ നേരിടാനായിട്ട് ഗ്രൗണ്ട് ബേസ്ഡ് സെൻസറുകൾ അഥവാ റഡാറുകൾ, ആകാശത്തിൽ നിന്നുള്ള ഈ അവാക്സ് വിമാനങ്ങള്, സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള റഡാറുകള്, പിന്നെ ഡ്രോൺ ബേസ്ഡ് ആയിട്ടുള്ള എയർബോൺ എയർലി വാർണിംഗ് സിസ്റ്റവും നമ്മളിപ്പോ തയ്യാറാക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ ഒരു മേഖലയിലെ നമ്മുടെ ബലഹീനതകൾ പരിഹരിച്ചുകൊണ്ട് വരുംകാല യുദ്ധങ്ങളിൽ നമ്മുടെ എല്ലാ വിമാനങ്ങളും നമ്മുടെ ഈ അവാക്സുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇന്റഗ്രേറ്റഡ് ഇന്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ പ്രതിരോധ നിര ഒരു വലിയ മുന്നേറ്റം നടത്തുകയാണ്. വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്ന മുറയ്ക്ക് നമുക്ക് കൂടുതൽ വിശകലനങ്ങൾ നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.